ചങ്ങന്മാരെ നോമ്പ് കാലത്തുണ്ടല്ലോ അറബ് രാജ്യങ്ങളിലും യൂറോപ്പിലൊക്കെയുള്ള ഒട്ടുമിക്ക എല്ലാ മലയാളികളും ഉറക്കമുണരുന്നത് എൻ്റെ നാട്ടിലുള്ള പൊറോട്ടയും പത്തിരിക്ക മനസ്സൊക്കെ കണ്ടിട്ടേക്കാരം. ഇന്ന് ഞങ്ങൾ രണ്ടാളും സ്വിറ്റ്സർലാൻഡ് ജർമ്മൻ ബോർഡർ വരെ പോകുന്നത് അതിനു വേണ്ടി മാത്രമാണ്. കാരണം നമുക്ക് അരമണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡാണ്. എനിക്ക് എന്തായാലും വേണം, എവിടെ കിട്ടും? തീർച്ചയായിട്ടും കിട്ടും. ഇവിടെ ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്, നമുക്ക് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് നമ്മളിന്നത് കണ്ടുപിടിച്ചിട്ടേ വരെ പോകുള്ളൂ. ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഏഷ്യൻ സ്റ്റോറിലോ ഇന്ത്യൻ സ്റ്റോറിലോ പോകുന്നത്. സ്വിറ്റ്സർലൻഡ് ബോർഡറിൽ എത്തിയപ്പോൾ എനിക്ക് സ്വിറ്റ്സർലൻഡ് ഫുള്ളൊന്ന് കറങ്ങി കാണണമെന്നൊക്കെ തോന്നി. പക്ഷെ നമുക്ക് ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ എന്ത് ചെയ്തു, നമ്മളെ സ്റ്റോർ തപ്പിപ്പിടിച്ച് അങ്ങോട്ട് പോയി. ഗൈസ്, യൂറോപ്പിന്റെ എല്ലാ മുക്കിലും മൂലം ഇതേമാരത്തെ ഏഷ്യൻ സ്റ്റോർസും ഇന്ത്യൻ സ്റ്റോർസും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഇന്ത്യൻ സ്റ്റോറിൽ ഫുള്ള് അജ്മിയാണല്ലോ. ഗൈസ്, ഇന്ത്യൻ സ്റ്റോറിലുണ്ടല്ലോ ഫുൾ അജ്മി പ്രോഡക്ട്സ്. നമുക്ക് വേണ്ട എല്ലാ പ്രൊഡക്ട്സും ഉണ്ടായിനി അവിടെ. അത് നമ്മളെ നാട്ടിലത്തെ നമ്മളെ സ്വന്തം അജ്മിന്റെ ഫുഡ് പ്രൊഡക്ട്സ് ആണ്. ഗൈസ്, സാധനം കിട്ടിട്ടോ, അജ്മിന്റെ പൊറോട്ട, ഫ്രോസൺ പൊറോട്ട, അരി അവലും തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഗൈസ്, നമ്മൾ ഇപ്രാവശ്യം നോക്കുമ്പോൾ എന്തായാലും കളറാവും. കാരണം കയ്യിലിരിക്കണത് അജ്മി പുട്ടുപൊടി, പൊറോട്ട, പത്തിരി. ഞങ്ങൾ ഇത്ര ഹാപ്പി ആയിട്ട് ഇതൊക്കെ വാരിപ്പൊറുക്കാൻ കാരണം എന്താണെന്ന് അറിയോ? ഇത് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി ചൂടാക്കി അപ്പം തന്നെ കഴിക്കുക, കുക്ക് ചെയ്യാൻ പോലും നിൽക്കണ്ട. ഗൈസ്, നമ്മളെ സാധനം പത്തിരി ജസ്റ്റ് അങ്ങോട്ട് ചൂടാക്കുക, കഴിക്കുക. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുമ്പോഴാണ് നമ്മൾ അവിടെ അജ്മിന്റെ സ്നാക്സ് ശ്രദ്ധിച്ചത്. അതും കൊടുത്തു 2 ബോട്ടിൽ. ഗൈസ്, കംപ്ലീറ്റ് അജ്മിന്റെ പ്രോഡക്ട്സാണ്. ഫിഷ് മസാല, ചിക്കൻ മസാല, ഈ കാണുന്ന എല്ലാം. എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ട് ഇനിയും സാധനം വാങ്ങാൻ വരുന്നത് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അവിടെ ഉള്ള ആൾക്കാരായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടു. അവരൊക്കെ തമിഴ്നാട്ടിലെ ആൾക്കാരെ. ഇനി അങ്ങനെ റൂമിൽ വന്നിട്ട് നമ്മളെന്ത് ചെയ്തു, നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി, അത് എളുപ്പത്തിലുണ്ടാക്കി നമ്മളെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ വിളിച്ചാണ്ട് ഫുഡ് കഴിച്ചു. നമ്മുടെ ഈ വർക്കിൻ്റെ ഒക്കെ തിരക്കിൽ നമുക്ക് എന്നും ഇതേപോലെ കുക്ക് ചെയ്ത് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ ഫ്രോസൺ ആയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ് മേടിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും.